ഹാപ്പി സൺഡേ അമ്മേ. അടി തട്ടി ഗൈസ്, സാരല്ല ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുകയാണല്ലേ? എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. എന്താ ഭയങ്കര കുറവാണ്. അതിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഒട്ടും മനസ്സമാധാനമില്ല. കാര്യങ്ങൾ ഓരോ ഓട്ടങ്ങളുടെ പുറകെയായിരുന്നു. അച്ഛൻ ടോട്ടലി സേഫാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നതിന് ഇപ്പോൾ 23-ാം തീയതി കൊണ്ടുപോകണം. കണ്ണിനുള്ള കുറച്ച് പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണോട്ടോ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നഗ്ന സത്യങ്ങൾ അബൌട്ട് അവർ ഐസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യത്തെ ടോപ്പിക്ക്, ഇന്നലെ സിജോയുടെ പാരൻസ് സിജോന്റെ പാരൻസ് വന്ന ആ ഒരു മൊമെന്റ്. കാരണം ഈ ഫാമിലി വീക്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒന്ന് ഒരു വീട് അറ്റ്മോസ്ഫിയർ ആണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ദിവസങ്ങളിലൊന്നും അത്ര വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. വഴക്കുണ്ടാക്കാനുള്ള സിറ്റുവേഷൻസ് അവിടെ വരുന്നില്ല. കാരണം പാരൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് വേറെയാണല്ലോ. ഞാൻ ഈ ഫോണിൽ നോക്കി സംസാരിക്കാത്തത് എനിക്കും കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഫോൺ നോക്കിയാലൊക്കെ എനിക്ക് കണ്ണിന് പെട്ടെന്ന് വെള്ളം വരെയും മുമ്പിട്ട് വരെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നലെ സിജോ പറഞ്ഞൊരു ടോപ്പിക്, അച്ഛനായിട്ട് അത്ര കമ്പനി അല്ലായിരുന്നു, ഈ ഒരു മൂമെന്റിലാണ് കമ്പനി ആയത്. അതുപോലെ നോറയുടെ പാരൻസ് പറഞ്ഞ കാര്യം. കാരണം ലൈക്ക് ചില പാരൻസിന് അയ്യോ എൻ്റെ മക്കൾ ഇങ്ങനെ ആയാലോ, അയ്യോ ഞാൻ പറഞ്ഞ കോഴ്സ് അവൾ എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ അവൻ എടുത്തില്ലല്ലോ, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു സങ്കട ഫീൽ ഉണ്ടാവും ഫാമിലിയുടെ ഭാഗത്തു നിന്ന്. ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നോറയുടെ പാരൻസ് പറഞ്ഞില്ല IAS എടുക്കണം, പക്ഷെ സോഷ്യൽ മീഡിയയിലാണ് അവൾ എക്സ്പെർട്ട് ആയത്. ഇപ്പോഴും ഒറ്റക്കാലം നിൽക്കണം, IAS എടുക്കണം, എടുത്താലേ വീട്ടിലോട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ആ വാശി പിടിക്കുന്നതിനോട്. കാരണം ആ കൊച്ചിന് IAS എടുക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ ഫാദർ വന്നിട്ട് IAS എടുത്താലേ വീട്ടിൽ കയറുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി ക്രിഞ്ച് അവസ്ഥയാണ്. കാരണം പറ്റാത്ത ഒരു കാര്യം എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക വേറൊരാൾക്ക് വേണ്ടിയിട്ട്? അതും IAS എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മാനിച്ചിന് ഓരോ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു പാരൻസും ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാതെ ഇരിക്കുക. കാരണം അവർക്ക് അവരുടേതായ പ്രൊഫഷനും കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക? അതിൽ ചെയ്താൽ തന്നെ എത്ര എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു എഫേർട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഇന്നലെ നോറയും അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നോറയുടെ പാരൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ഫാമിലി റൗണ്ടിന്റെ കാര്യം പറഞ്ഞത്, ഇവര് കാരണം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുക, ഇത്രയും വലിയൊരു ഷോയിലെ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുക, അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ലൈക്ക് ഒരു വല്ലാത്തൊരു മൂമെന്റ് ആണ് ഇത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാത്തവർ, ചിലപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് കുറവുള്ളവർ, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മൂമെന്റിൽ നമ്മുടെ മക്കൾ കാരണം അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മൂമെന്റ് തന്നെയാണ്, വലിയൊരു ഭാഗ്യമാണത്. ആ ഒരു സിറ്റുവേഷൻ ഫാമിലി റൗണ്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടസ്റ്റൻസിന്റെ ഫാമിലിക്ക് ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ സിജോ പറയുന്നുണ്ടായിരുന്നു, റോക്കിയുടെ കേസാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയൊരു പ്രശ്നമല്ല നമ്മുടെ സിജോയ്ക്ക് പറ്റിയിരിക്കുന്നത്. കാരണം പുള്ളി പറയുന്നുണ്ട് ഇപ്പോഴും വാ തുറന്നിട്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ആൻഡ് ഇവിടെ ഒരു പസ് വരും, അതുപോലെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ സിറിഞ്ച് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ എന്ത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ആളുടെ ഷേപ്പും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നിയത് ആൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പാരൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇന്നലെ സിജോന്റെ അമ്മ മന്ത്രം പോലെ പറയുന്നുണ്ടായിരുന്നു, ടിക്കറ്റ് ഫിനാലെ 5 അല്ലെങ്കിൽ 1 എടപ്പള്ളി പള്ളിയാണേ, 5 അല്ലെങ്കിൽ ടോപ്പ് 5 to top 5. ഓക്കെ, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവർക്കും ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റോക്കി എന്ന് പറയുന്ന പുള്ളി ശരിക്കും നല്ല രീതിയിൽ കേസ് എടുത്ത് നല്ല രീതിയിൽ പോകേണ്ട ഒരു കാര്യമാണത്. കാരണം ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഒരു ഇടി പറ്റിയിട്ട് ആ ഒരു വിഷയത്തിന് ഇപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് സിറിഞ്ച് എടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ ഇവിടെ വന്ന് വീഴ്ക്കുക, അധികം പെയിനിൽ ഇതിൽ സംസാരിക്കാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ ഒരാളുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഇടി പോയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ചെറിയൊരു കോംപ്ലിക്കേഷൻ അല്ല. കാരണം ആള് എന്നിട്ടും പോയിട്ട് അകത്ത് വന്നു എന്നുണ്ടെങ്കിലും അത്ര വലിയൊരു കോൺട്രിബ്യൂഷൻ ഒന്നും സിജുവിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നില്ല. കാരണം കത്തിക്കും തീയാന്നൊക്കെ പറഞ്ഞിട്ടും ആള് സൈലന്റ് ആയിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. ആളുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടന്റും ഞാൻ കാണുന്നില്ല. പക്ഷെ പുള്ളി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ലൈക്ക് ആദ്യം വന്നിരുന്നപ്പോൾ പിന്നെ സംസാരിച്ചിരുന്നു, പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ, അത്ര വലിയൊരു തിരിച്ചുവരവിന്റെ ഒരു കംബാക്ക് ഒന്ന് വന്നതിന്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായം എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഒരുപാട് അടിപൊളി പ്രൊമോസും അടിപൊളി മൂമെന്റ്സ് ഒക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റിൽ ഈ പറഞ്ഞ മാതിരി ജാസ്മിനെ പൊക്കി പറയുന്നു, ചിലർ പറയുന്നു ജാസ്മിനെ താത്തി പറയുന്നു. അപ്പൊ എന്താണ് എന്റെ അഭിപ്രായം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എവിടേക്കാണ് ആ കൊച്ചിനോട് ചെറിയൊരു പാവം തോന്നുന്നത്? മനുഷ്യന്മാരല്ലേ എല്ലാവരും. ആ കൊച്ചൊരു കണ്ടസ്റ്റന്റ് ആയെന്ന് വെച്ചിട്ട് എല്ലാം നമുക്ക് വെറുത്ത് പറയാൻ പറ്റില്ല, കണ്ടസ്റ്റന്റാന്ന് വെച്ചിട്ട് എല്ലാം ഊക്കിയായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോട്ട് ജാസ്മിൻ എവിടെയൊക്കെയാണ് പാവത്തം തോന്നിയത്, ഒരു മനുഷ്യനല്ലേ പാവം തോന്നിയതും, അതേപോലെ ജാസ്മിൻ്റെ വാപ്പയുടെ എൻട്രി, പുള്ളിയാണ് ഇപ്പോൾ കണ്ടസ്റ്റന്റിനേക്കാളും കൂടുതൽ ഗെയിം ചേഞ്ചർ ആയിട്ട് വന്നിരിക്കുന്ന തഗ് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാട്ടോ. താങ്ക് യു.